ഈ ഡിബേറ്റിന്റെ ഭാഗമായിട്ട് അതായത് ടോമി സെബാസ്റ്റ്യന്റെയും അഭിലാഷ് മോഹനന്റെയും അവർ പറഞ്ഞ വാദഗതികളുടെ റെഫറൻസ്, അതായത് ടോപ്പിക്, റെഫറൻസ്, കമന്റ് എന്ന് തിരിച്ചിട്ട് ഒരു സ്പ്രെഡ്ഷീറ്റ് ഈ ഡിബേറ്റ് ഓർഗനൈസ് ചെയ്ത സംഘടിപ്പിച്ചവർ തന്നെ കൊടുക്കുകയുണ്ടായി. നമ്മളൊരു കാര്യം പറഞ്ഞ് എന്തെങ്കിലും ലിങ്ക് കൊടുത്താൽ ആളുകൾ വിശ്വസിക്കും എന്നൊരു ധാരണ ഇവർക്കുണ്ട്, ഈ ടോമി സെബാസ്റ്റ്യൻ. അത് തെറ്റു പറയില്ല, കാരണം അവരെ ചുറ്റിപ്പറ്റി ഒരു കൾട്ട്, ഒരു ഗോത്രം തന്നെ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഇവരെന്ത് പറഞ്ഞാലും അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അത് അവർക്കെതിരെ സാക്ഷാൽ ഐക്യരാഷ്ട്രസഭ പറഞ്ഞാലും ഐക്യരാഷ്ട്രസഭ ഹമാസാണ്. അപ്പോ ഇവരുടെ കോഷറായ ലിങ്കുകളിലെ ചില അൺകോഷറായ ഫാക്റ്റുകൾ ഒന്ന് കാണിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലിങ്ക് നമ്പർ 49. അതില് ടോപ്പിക് ഇങ്ങനെയാണ് കൊടുത്തത്: ഹമാസ് അടിച്ചു വന്ന പലസ്തീൻ റിപ്പോർട്ടർ. 49, യു ആർ സീയിങ് ഇറ്റ് റൈറ്റ്. ഹമാസ് അടിച്ചു വന്ന പലസ്തീൻ റിപ്പോർട്ടർ. ഇത് തൊട്ടടുത്തതേ ഇതാണ് ലിങ്ക്. ഞാൻ ക്ലിക്ക് ചെയ്തു ആൻഡ് ഇറ്റ് ഈസ് ലോഡിങ് ആൻഡ് റീഡയറക്ഷൻ വരികയാണ്. ലോഡിങ് വീണ്ടും വരുന്നു. ഇബ്രാഹിം Muharrem, a 26-year-old Palestinian freedom journalist, was killed when an Israeli tank fired towards a group of journalists reporting in Hamad city area. ഇതാണോ പ്രിയപ്പെട്ടവരെ ഹമാസ് തല്ലിക്കൊന്നു എന്ന് പറഞ്ഞ ജേർണലിസ്റ്റ്? നിങ്ങൾ കണ്ടതാണ്. യു സോ വാട്ട് ഇറ്റ് വാസ് റിട്ടൺ, യു സോ ദ ലിങ്ക് ആൻഡ് യു സോ മീ ഓപ്പണിംഗ് ഇറ്റ്. ഇതാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് വാസ് എ ബ്ലാറ്റന്റ് ലൈ. ഐ ഡോണ്ട് നോ വൈ പീപ്പിൾ ആർ നോട്ട് ഡിമാൻഡിങ് ക്രെഡിബിലിറ്റി ഓർ അക്കൗണ്ടബിലിറ്റി. എന്തുകൊണ്ട് ആളുകൾ ഇവരിൽ നിന്ന് ക്രെഡിബിലിറ്റിയോ അക്കൗണ്ടബിലിറ്റിയോ ചോദിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല.